أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم من أوتي معروفا فليذكره فمن ذكره فقد شكره ومن كتمه فقد كفره. صلى الإله على ابن آمنة الذي جاءت به سمح اليدين كريما لا كان جبارا ولا متكبرا بل كان برا بالعباد رحيما. يا أيها الراجون منه شفاعة صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب وأتباع سيدنا محمد. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദന്മാരെ, ആലിമീങ്ങളെ, പ്രിയങ്കരരായ സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി നാം ഒരുമിച്ച് ചേർന്ന ഈ സദസ്സ് നാളെ പാരത്രിക ലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷിയാവുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിന്റെ ബഹുമാനവും ആദരവും യഥാവിധി പരിഗണിച്ച് വിജയം നേടി കുടുംബത്തോടൊന്നിച്ച് നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ പ്രേരകമാകുന്ന സദസ്സായി നമ്മുടെ ഈ മജ്‌ലിസ് അല്ലാഹു ആക്കി തരുമാറാകട്ടെ. നേരത്തെ നാം അറിഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ഖുർആനിലെ വളരെ ശ്രദ്ധേയമായ ഒരധ്യായമാണ് സൂറ ലുഖ്മാൻ. വിശുദ്ധ ഖുർആനിന്റെ പല അധ്യായങ്ങൾക്കും മഹാന്മാരായ പലരുടെയും നാമങ്ങളാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. സൂറ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു അധ്യായമുണ്ട്. സൂറത്ത് ഇബ്രാഹിം, സൂറ നൂഹ്, സൂറത്ത് യൂസുഫ്, സൂറത്ത് യൂനുസ്, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ പ്രഗത്ഭരായ പ്രവാചകന്മാരുടെ നാമത്തിൽ അല്ലാഹു അധ്യായം അവതരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ പേരിൽ ഖുർആനിൽ അധ്യായം കാണാം.
മഹദിയായ സയ്യിദത്തുന ബീവി മറിയം റളിയല്ലാഹു അൻഹയുടെ പേരിൽ സൂറ മറിയം, ഔലിയാക്കളുടെ നേതാവായ സയ്യിദുന ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല തങ്ങളുടെ പേരിൽ ഒരധ്യായം. ഇങ്ങനെ അല്ലാഹു ആദരിച്ച മഹാന്മാരെ ആദരിക്കാൻ വേണ്ടി ഖിയാമത്ത് നാൾ വരെ ലോകത്ത് ഒരക്ഷരത്തിനും ഒരു ഹർക്കത്തിനും വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനിൽ തന്നെ ഇങ്ങനെയുള്ള മഹാന്മാരുടെ പേര് പരാമർശിക്കുക മാത്രമല്ല, അദ്ധ്യായത്തിന്റെ തലക്കെട്ടായി ആ നാമങ്ങൾ ചേർക്കപ്പെടുമ്പോൾ ആ മഹാന്മാർ ലോകത്തിന് എത്രമാത്രം മാതൃകയായവരാണ് എന്ന് അതിലൂടെ തന്നെ ബുദ്ധിയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെയുള്ള ഒരു മഹാമനീഷിയാണ് സയ്യിദുന ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രൗഢിയും അദ്ദേഹത്തിന്റെ പെരുമയുമെല്ലാം ആ ശരീരത്തിന്റെ സൗന്ദര്യത്തിലായിരുന്നില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെ പേരിലായിരുന്നില്ല, രാഷ്ട്രീയ രംഗത്തോ ഭരണരംഗത്തോ അദ്ദേഹം നേടിയ നേട്ടങ്ങളുടെ പേരിലായിരുന്നില്ല. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു കറുത്ത ഒരു അടിമയായിട്ടായിരുന്നു കുറെ കാലമുണ്ടായിരുന്നത്. അദ്ദേഹം ആശാരിപ്പണിയെടുത്ത് ജീവിച്ച ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അനശ്വരമായ സ്മരണയുടെ എല്ലാ ഉന്നതിയിലേക്കും ഉയർന്നു വലുതായി പടർന്നു പന്തലിച്ചതെങ്കിൽ ആ മഹാന്റെ ജീവിത വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണെന്ന് എല്ലാ ഉയർച്ച ആഗ്രഹിക്കുന്ന ആത്മീയ പുരോഗതി താൽപര്യപ്പെടുന്ന ആളുകളും പഠിക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമാണ്. ഇതുകൊണ്ടാണ് അല്ലാഹു മഹാനവറുകളുടെ പേരിൽ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇമാം മുഖാത്തിൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇദ്ദേഹം ഒരു കാലത്ത് അടിമയായും അതുപോലെ തന്നെ ആട്ടിടയനും ആശാരിപ്പണിയെടുത്തുമൊക്കെ ജോലി ചെയ്തിരുന്നുവെങ്കിലും തറവാട് വളരെ മേന്മയൊത്ത തറവാട്ടുകാരനായിരുന്നു. ഇബ്നു ഖാലത്തി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃ സഹോദരിയുടെ പുത്രനാണ് സയ്യിദുന ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്ത വലിയൊരു ഔദാര്യം 1000 വർഷക്കാലം ജീവിക്കാൻ അല്ലാഹു അവസരം കൊടുത്ത ഒരു വലിയ മനുഷ്യനാണ് മഹാനവറുകൾ. മാത്രമല്ല വഅഖദ അൻഹുൽ ഇൽം, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് അറിവ് പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുത്തിട്ടുണ്ട്. ആ അറിവനുസരിച്ച് വകാന യുഫ്തി ഖബ്ല ബിഅസത്തി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതുവരെ നാട്ടിലുള്ള ആളുകൾക്ക് മതവിധി പറഞ്ഞുകൊടുക്കുക മഹാനവറുകളായിരുന്നു. ഫലമ്മാ ബുഇസ ദാവൂദ് ഖതഅൽ ഫത്വാ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതോടുകൂടി ഇനി ഫത്വ കൊടുക്കേണ്ടത് പ്രവാചകനാണ്. പ്രവാചകനുള്ള സമയത്ത് എനിക്ക് അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിനയം കാണിച്ച് ആ രംഗത്ത് നിന്ന് പിന്മാറിയ ഒരു വലിയ മനുഷ്യനാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുന്നത് വഹുവ ലുഖ്മാൻ ഇബ്നു അൻഖാ ഇബ്നു സദൂൻ, സദൂൻ എന്നവരുടെ പുത്രനായ അൻഖാ എന്നവരുടെ മകനാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. താൻ ഒരുപാട് സാരോപദേശങ്ങൾ നൽകുന്ന ഒരു മകൻ നമ്മുടെ ഈ അധ്യായത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ മകന്റെ നാമം സാറാൻ എന്നാണെന്ന് മഹാനായ ഇമാം സുഹൈലിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. അങ്ങനെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു പ്രവാചകൻ ആയിരുന്നില്ല, മഹാനവറുകൾ പ്രവാചകനായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ച് വളരെ വലിയ ഉന്നതിയിലേക്കെത്തിയ ഒരു വലിയായിരുന്നു എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം.
അങ്ങനെയുള്ള ഒരു മഹത്തായ സ്ഥാനത്തേക്ക് മഹാനവറുകൾ എത്തിപ്പെടാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അതാ പല ആളുകളും മഹാനവറുകളുടെ സദസ്സിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ വീടും പരിസരവും എപ്പോഴും ജനനിബിഡമാണ്. അവിടുത്തെ ഒരു നോട്ടത്തിനു വേണ്ടി, ഒരു വാക്കിനു വേണ്ടി, ഒരു സ്പർശനത്തിനു വേണ്ടി, ഒരംഗീകാരത്തിനു വേണ്ടി ആളുകൾ അണമുറിയാതെ ആ വീട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു മനുഷ്യൻ, ഒരു വലിയ മഹാനുണ്ടെന്ന് കേട്ട് വന്നതാണ്. പക്ഷേ വന്ന് കണ്ടു നോക്കുമ്പോൾ അദ്ദേഹത്തിന് നേരത്തെ പരിചയമുണ്ടായിരുന്ന ഒരാളാണ്. ഇത്രയും ജനങ്ങൾ കാത്തുകെട്ടി നിൽക്കുന്ന ഈ വ്യക്തിയെന്ന് ബോധ്യമായപ്പോൾ നേരത്തെ പരിചയമുണ്ടായിരുന്ന ആ സഹോദരൻ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അന്ത അബ്ദു ബനിൽ ഹസ്ഹാസ്, ഓ ലുഖ്മാൻ തങ്ങളെ, നിങ്ങളല്ലേ ബനുൽ ഹസ്ഹാസുകാരുടെ അടിമയല്ലേ താങ്കൾ? കാല മഹാൻ പറഞ്ഞു, നഅം, അതെ, അദ്ദേഹം തന്നെയാണ് ഞാൻ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, കാല ആ അന്തല്ല സുവദ്, അതെ, ആ കറുത്ത മനുഷ്യനല്ലേ നിങ്ങൾ? നിങ്ങളെ മുമ്പിൽ എന്താണ് ഇങ്ങനെ ആളുകൾക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ആശ്ചര്യത്തോടെ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ സവാദി ഫളാഹിർ, അതെ, ഞാൻ കറുത്തവനാണ് എന്നത് വളരെ പ്രകടമാണ്. അത് ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്നാൽ ഫമല്ലദീ യുഅ്ജിബുക മിൻ അംരി, എന്റെ കാര്യത്തിൽ നിന്ന് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണ്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആശ്ചര്യത്തോടെ ചോദിക്കുന്നത്? ആ സഹോദരൻ പറഞ്ഞു, കണ്ടില്ലേ, ജനങ്ങളെല്ലാം അവിടുത്തെ വിരിപ്പിലേക്ക് കടന്നു വരുന്നു. നിങ്ങളുടെ ഗേറ്റിന് സമീപം ആളുകൾ ഇതാ പൊതിഞ്ഞു നിൽക്കുന്നു, തിക്കും തിരക്കും കൂട്ടുന്നു. അവിടുത്തെ ഒരു വാക്കിന് വേണ്ടി അവർ കാതോർക്കുകയാണ്. ഇങ്ങനെയുള്ള അത്ഭുതകരമായ ഒരവസ്ഥയിലേക്ക് ഒരു സാധാരണ അടിമയായ, ഒരു സാധാരണക്കാരനായ നിങ്ങൾ എങ്ങനെയാണ് ഉയർന്നു വലുതായി പോയത്? അതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നെന്ന് പറഞ്ഞപ്പോൾ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, യബ്ന അഖീ ഇൻ സ്വഗൈത ഇലയ്യ മാ അഖൂൽ, ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ എത്തിയ ഈ സമുന്നത പദവിയിലേക്ക് നിനക്കും എത്താൻ സാധിക്കും. ഞാൻ എങ്ങനെയാണ് ജനങ്ങൾ അംഗീകരിക്കുന്ന ഈ ഒരവസ്ഥയിലേക്ക് എത്തിയതെന്നറിയുമോ? എന്റെ ജീവിതത്തിൽ ഞാൻ ചില ചിട്ടകൾ പാലിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണടക്കാൻ പറഞ്ഞിടത്തെല്ലാം ഞാൻ എന്റെ കണ്ണടക്കുന്നു. നോക്കരുത് എന്ന് പറഞ്ഞിടത്തേക്ക് ഞാൻ എന്റെ കണ്ണു തിരിക്കുകയില്ല. വഖഫി ലിസാനി, പറയാൻ പാടില്ലാത്തത് ഞാൻ എന്റെ നാവ് കൊണ്ട് പറയാറില്ല. അതുപോലെ വഇഫ്ഫത്തു തുഅമ്മത്തി, ഭക്ഷണമായി അല്ലാഹു അനുവദിച്ചതല്ലാത്തതൊന്നും ഹറാം ഞാൻ ഒരിക്കലും രുചിച്ചു നോക്കിയിട്ടില്ല. വഹിഫ്ലി ഫർജി, എന്റെ ലൈംഗികാവയവത്തിന്റെ വിശുദ്ധി ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. വതവല്ലി ബിസ്ദിഖി, ഞാൻ സത്യസന്ധത ഏറ്റെടുക്കുന്നു. ജീവിതത്തിൽ ഒരു കള്ളം പോലും പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല. വവഫാഇ ബിഅഹ്ദി, ആരോടെങ്കിലും കരാറ് ഞാൻ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമ്പൂർണമായി വീടുന്ന ശീലക്കാരനാണ്. വതക്റുമത്തി ലൈഫി, എന്റെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നുകാര് വന്നാൽ അവരെ അത്യാദരപൂർവം പരിഗണിക്കുന്ന സ്വഭാവമുണ്ട്. വഹിഫ്ലി ജാരി, എന്റെ അയൽവാസികളുടെ എല്ലാ അവകാശങ്ങളും ഞാൻ സംരക്ഷിക്കുന്നു, കാത്തു സൂക്ഷിക്കുന്നു. വതർക്കി മാലാ യുഗ്നിനി, അനാവശ്യമായത് മുഴുവനും ഞാൻ ഉപേക്ഷിക്കുന്നു. ഫദാലിക്കല്ലദീ സയ്യറനി ഇലാ മാ തറാ, സഹോദരാ, നീ കാണുന്ന ഈ ഒരവസ്ഥയിലേക്ക് ഞാനായിത്തീർന്നത് ഈ സ്വഭാവ ഗുണങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചതുകൊണ്ടാണ്. ഇത് നീയും പകർത്തുകയാണെങ്കിൽ നിന്റെ കവാടത്തിൽ ജനപ്രവാഹമുണ്ടാകും. നിന്നെ ഒരു നോക്ക് കാണാൻ ആളുകൾ വരും. നിന്നെ ലോകം മുഴുവനും സ്നേഹിക്കും. ഇതാണ് എന്റെ ഉയർച്ചയുടെ രഹസ്യമെന്ന്
സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ഹഖും ബാത്തിലും സൂക്ഷ്മതയോടുകൂടെ അതെല്ലാം വളരെ ശ്രദ്ധയോടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ആത്മീയമായി അല്ലാഹുവിലേക്ക് അടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് വലിയ സിദ്ധികൾ നൽകി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന് അത് നൽകപ്പെട്ടാൽ വലിയ ഖൈർ നൽകപ്പെട്ടു എന്ന് അല്ലാഹു പറഞ്ഞ അൽ ഹിക്മത്ത് എന്ന് പറയുന്ന ഒരു സിദ്ധിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന് ഞാൻ കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത്. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് നമ്മൾ കൊടുത്തു അൽ ഹിക്മ. അൽ ഹിക്മത്ത് എന്ന് പറഞ്ഞ പ്രത്യേകമായ ഒരവസ്ഥ നൽകി. എന്തിനാണ് അൽ ഹിക്മത്ത് എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം പറഞ്ഞു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് അസ്സവാബു ഫിൽ മുഅ്തഖദാത്തി, വിശ്വാസകാര്യങ്ങളിൽ നേരായ വിശ്വാസം വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടുക. അതെല്ലാവർക്കും ലഭിക്കുന്ന തൗഫീഖല്ല. ചിലപ്പം നല്ല അറിവ് നേടിയിട്ടുണ്ടാകും, വിശ്വാസത്തിന്റെ റൂട്ട് പാളിയതായിരിക്കും. വിശ്വാസത്തിന്റെ വിഷയത്തിൽ നേരായ വഴിയിലേക്ക് വരാനുള്ള തൗഫീഖ് ലഭിക്കുക. വൽ ഫിഖ്ഹു ഫിദ്ദീൻ, അതോടൊപ്പം മതത്തിന്റെ വിഷയത്തിൽ ആഴത്തിലുള്ള അറിവ്, കർമ്മശാസ്ത്ര സംബന്ധമായും മറ്റെല്ലാ വിഷയത്തിലുമുള്ള പരിജ്ഞാനം ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ വൽ അഖ്ലു, കുശാഗ്ര ബുദ്ധി. ഇത് മൂന്നും കൂടി ഒരാളിൽ മേളിക്കുമ്പോൾ അയാൾ ഹിക്മത്തുള്ള മനുഷ്യൻ എന്ന് പറയാം. ഇതാണ് മഹാനായ ഖുർത്തുബി റളിയല്ലാഹു അൻഹു അൽ ഹിക്മത്തിന് നൽകുന്ന വിശദീകരണം. മഹാന്മാരായ ജലാലൈനി എഴുതിയ അവരുടെ തഫ്സീറിൽ പറയുന്നത് മിൻഹ, ഹിക്മത്തിന്റെ ഭാഗമാണ് അൽ ഇൽമു, ആഴത്തിലുള്ള അറിവ്, വദ്ദിയാനത്തു, നല്ല മതബോധം, അതോടൊപ്പം വൽ ഇസ്വാബത്തു ഫിൽ ഖൗൽ, എന്തു പറഞ്ഞാലും ശരി മാത്രമാവുക, ഇല്ലാത്തതാകൂല. നമ്മളെ മുമ്പത്തെ ഖാദിയായിരുന്നു എന്ന് തങ്ങൾ പറഞ്ഞ ഈ കെ ഹസൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദഹു, അല്ലാഹു അവരെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാനവറുകളെ കുറിച്ച് എ പി ഉസ്താദ് അടക്കമുള്ള ആളുകൾ പറയാറുണ്ടായിരുന്നു, ഏത് സംവാദത്തിന്റെ സ്ഥലത്തും ഏത് വിഷയത്തിലും ബഹുമാനപ്പെട്ടവരെന്താണോ പറഞ്ഞത് അത് പറഞ്ഞത് അവസാനം കിതാബിലുണ്ടാവുന്ന, അത് പറയുമ്പം കണ്ടിട്ട് പറഞ്ഞതായിരിക്കൂല. എന്നാലും ആ പറഞ്ഞത് സത്യം മാത്രമായി, അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായതായിട്ട് മാത്രമായിരുന്നു സംഭവിക്കുക. അത് അല്ലാഹു ചില മഹാന്മാർക്ക് നൽകുന്ന ഒരു സവിശേഷതയാണ്. അതുപോലെ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒന്നുകൂടെ വിശദമായ ഒരു വിശദീകരണമാണ് പറയുന്നത്. എന്തിനാണ് ഹിക്മത്ത് എന്ന് പറയുക? ഇബാറത്തുൻ അൻ തൗഫീഖിൽ അമലി ബിൽ ഇൽമി, ഒരു മനുഷ്യൻ പഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള തൗഫീഖ് ലഭിക്കുക, അതാണ് ഹിക്മത്ത്. അത് വലിയ വിശദമായ ഒരു നിർവചനമാണ്. ഒരാൾ ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളൊരു 5ാം ക്ലാസ് വരെ മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെങ്ങാനും യഥാവിധി ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അതുമാത്രം മതി ഒരു വിലായത്തിന്റെ മർത്തബയിലേക്ക് നമുക്കെത്താൻ. പക്ഷേ നമ്മൾ കേട്ടതും പഠിച്ചതും അതിന്റെ 5% പോലും ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, മൻ അലിമ ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം. ഒരാൾ പഠിച്ചത് അവൻ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അവൻ അറിയാത്ത കാര്യങ്ങളെല്ലാം അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കും. അത് വലിയൊരു തൗഫീഖ. എന്തെല്ലാം വിഷയം നമ്മൾ എന്തിൻ്റെയൊക്കെ ഫളായിലൊക്കെ നമ്മൾ കേട്ടതാ. ആ കേട്ടത് കേൾക്കുക എന്നല്ലാതെ അത് ജീവിതത്തിലേക്ക് പകർത്താൻ പലപ്പോഴും നമുക്ക് ഭാഗ്യം കിട്ടാറില്ല. ആ ഇൽമ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുക എന്നതാണ് ഹിക്മത്ത് എന്ന് പറയുന്ന സിദ്ധി എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു.
ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഹിക്മത്തിനെ ഉൾക്കൊള്ളുക. ആ വലിയ അനുഗ്രഹം മഹാനവറുകൾക്ക് നൽകിയപ്പോൾ അത് മുഖേന എന്താണ് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ പ്രത്യേക തൗഫീഖ് എന്ന് ഉടനെ അള്ളാഹ് പറയുന്നു, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. ലുഖ്മാൻ അലൈഹിസ്സലാമിന് ഞാൻ ഹിക്മത്ത് കൊടുത്തു. ആ ഹിക്മത്ത് എന്താണെന്നുള്ള വിശദീകരിക്കുന്നത് അനിഷ്കുർ ലില്ലാഹ്, അതെ അള്ളാഹുവിന് നിങ്ങൾ നന്ദി ചെയ്യണം എന്ന ബോധം നൽകിയെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരതിന് നൽകുന്ന വ്യാഖ്യാനം. അതായത് വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത ലിഅൻ യശ്കുറല്ലാഹ തആല, അള്ളാഹുവിന് നന്ദി ചെയ്യാനുള്ള ബോധം നൽകുക എന്നതാണ് ഇവിടെ ഹിക്മത്തുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അല്ലാഹു കൊടുത്ത ഒരു സിദ്ധി. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരനുഗ്രഹമാണ്. കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, വഇദ് തഅദ്ദന റബ്ബുക ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങളെ രക്ഷിതാവായ അള്ളാഹു വിളംബരപ്പെടുത്തിയ സന്ദർഭത്തെ അനുസ്മരിക്കുക. ലഇൻ ശകർതും, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ പേരിൽ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ലഅസീദന്നകും, ആ അനുഗ്രഹം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകുക തന്നെ ചെയ്യും. ഒരാൾക്ക് അള്ളാഹുവിന്റെ നിഅമത്ത് നിരന്തരമായി വർഷിച്ചുകൊണ്ടിരിക്കാൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നതാണ് അതിന്റെ വഴി. അത് ഒരാൾക്ക് സിദ്ധിച്ചാൽ അയാൾക്ക് കിട്ടിയ നിഅമത്ത് എത്രയാണ്? അതാണ് അള്ളാഹു പറഞ്ഞത്, യൂത്തിൽ ഹിക്മത മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഹിക്മത്ത് നൽകുന്നു. വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, ആർക്കെങ്കിലും ഹിക്മത്ത് നൽകപ്പെട്ടാൽ അവന് വമ്പിച്ച വർദ്ധിച്ച നന്മ അവന് നൽകപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നന്ദിബോധം പ്രകടിപ്പിക്കാൻ കഴിയുക എന്നത്. ഇത് എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും അള്ളാഹുവിനെ തന്നെ വിസ്മരിക്കുകയും അവൻ ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ച് ബോധമില്ലാതെ പെരുമാറുകയും ചെയ്യുന്നു മനുഷ്യൻ. ആ മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു ബോധമാണ് നന്ദി ബോധം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവോട് നന്ദി കാണിക്കണമെന്ന് പറയുന്നത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും ചെറിയൊരു കാര്യം മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനതാ നമുക്ക് ഈ ഭൂമിയാണ് ജീവിതത്തിന്റെ കേന്ദ്രമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. വൽ അർള വലഅഹാ ലിൽ അനാം, ജീവജാലങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ കേന്ദ്രമായി ഭൂമിയെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ അല്ലാഹു നമുക്ക് വേണ്ടി ചെയ്തു വന്ന അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച നിഅമത്തുകളും മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ ഏതു മനുഷ്യനാണ് നന്ദി ബോധമില്ലാതെ ഒരു സെക്കൻഡ് ഈ ഭൂമിയിൽ താമസിക്കാൻ കഴിയുക? നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഖുർആൻ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് ഹിക്മത്ത് കൊടുത്തു എന്ന് പറയുന്നതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ ആയത്തിൽ എന്തുകൊണ്ടാണ് ഈ നന്ദിബോധം ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളുടെ ഒരു പരമ്പര തന്നെ എടുത്തു പറയുന്നുണ്ട്. എന്താണത്? ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. നാം താമസിക്കുന്ന ഭൂമിയിലൂടെ അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതിന് ശേഷമാണ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനുള്ള ബോധം ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് ഞാൻ നൽകി എന്ന് അല്ലാഹു പറയുന്നത്. നോക്കൂ, അല്ലാഹു എന്താ പഠിപ്പിച്ചത്? ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. നിങ്ങൾ താമസിക്കുന്നത് ഭൂമിയാണെങ്കിൽ ആ ഭൂമിക്ക് മുകളിലായി അല്ലാഹു സംവിധാനിച്ച ആകാശം. സമാ എന്ന് പറഞ്ഞാൽ
അതിന് പണ്ഡിതന്മാർ വിപുലമായ അർത്ഥം പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ മുകളിലുള്ള എല്ലാം സമാ എന്ന് പറയാം. ആ അർത്ഥത്തിൽ മേഘം സമാ ആണ്. വഅൻസൽനാ മിനസ്സമാഇ മാഅ, മേഘത്തിൽ നിന്ന് നാം നിങ്ങൾക്ക് വെള്ളം നൽകിയെന്ന് അല്ലാഹു പറയുമ്പോൾ അവിടെ സമാ കൊണ്ടുള്ള ഒരു ഉദ്ദേശം മേഘമാണെന്ന് പറയുന്നു. സമാ മേലെയുള്ളതിന് പറയാം. ഇതുപോലെ തന്നെ നമ്മുടെ മുകളിൽ കാണുന്ന ഗോളങ്ങൾ മുഴുവനും സമാ ആണ്. അതിന്റെ അപ്പുറത്ത് ഇന്നു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത മറ്റൊരാളും ചെന്നെത്തുകയോ ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ വരെ വളർന്നിട്ടില്ലാത്ത തട്ടുതട്ടായി ഒന്നിനു മുകളിൽ ഒന്നായുള്ള 7 ആകാശങ്ങൾ വേറെയുണ്ട്. അതിനും സമാ എന്ന് പറയാം. അങ്ങനെയുള്ള ഗോളങ്ങൾ മുഴുവനും അതിനെ അതാ അല്ലാഹു ഉയർത്തി നിർത്തിയിരിക്കുന്നു. എങ്ങനെ? ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണും വിധമുള്ള തൂണുകളില്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച അതിന്റെ ഘടനയിലേക്ക് നമ്മുടെ ചിന്ത വായിക്കുകയാണ്. ഈ ഗോളങ്ങൾ, സൂര്യനും ചന്ദ്രനും കോടിക്കണക്കായ നക്ഷത്ര ഗാലക്സികളും എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്? ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തൂണുകളില്ലാതെയാണ്. പണ്ഡിതന്മാര് പറയുന്നു, അങ്ങനെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് കാണാൻ പറ്റാത്ത തൂണുകളുണ്ട് എന്നാണ്. നിങ്ങൾ കാണുന്ന തൂണുകളില്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാത്ത തൂണുകളിലാണ് അവയെ നിലനിർത്തിയിരിക്കുന്നത്. ആ തൂണ് ഏതാണ് എന്ന് അള്ളാഹുവിടെ പറയുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹിന്റെ ഖുർആന്റെ പ്രത്യേക ശൈലിയാണ്. മനുഷ്യനെ ചിന്തിപ്പിക്കുന്നു. അത് കണ്ടെത്താനും അതിന്റെ സാന്നിധ്യം തിരിച്ചറിയാനും മനുഷ്യൻ അന്വേഷിക്കണം. പുതിയ കാലത്ത് അത് സംബന്ധമായ ചില വിവരങ്ങൾ പറയപ്പെടുന്നുണ്ട്. എന്താണത്? ആകർഷണ ഫലമാണ്. ഈ തൂണുകൾ ഏതാണ്? ആകർഷണ ഫലമാണ്. ഈ അത്ഭുതകരമായ ഘടനയിൽ ഓരോ ഗോളങ്ങളും ഭീമാകാരങ്ങളായ വാഹനങ്ങളാണ്. നമ്മളൊരു ട്രെയിന് തന്നെ എത്ര അത്ഭുതമാണ്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഏറ്റവും വലുതും ഏറ്റവും സ്പീഡിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണല്ലോ ട്രെയിൻ. ആ ട്രെയിന് തന്നെ അപകടത്തിൽപ്പെടുന്നു. 24 മണിക്കൂറും കണ്ണിൽ എണ്ണ ഒഴിച്ച് ഉറങ്ങാതെ കാവൽ നിൽക്കാൻ പോലീസുകാരുണ്ട്, 10,000-കണക്കിന് ഉദ്യോഗസ്ഥന്മാരുണ്ട്, എല്ലാ സ്ഥലത്തും കാവൽക്കാരുണ്ട്. എന്നിട്ടും ട്രാക്ക് തെറ്റുന്നു, കൂട്ടിമുട്ടുന്നു, അപകടം പറ്റുന്നു. എന്നാൽ ഈ ട്രെയിനിനേക്കാൾ എത്ര കോടി മടങ്ങ് വലിപ്പമുള്ളതാണ് സൂര്യൻ, ചന്ദ്രൻ, ഒരുപാട് ഗോളങ്ങളില്ലേ. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിന്റെ സഞ്ചാരപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമിച്ച് കടക്കുന്നില്ല, ഏറ്റുമുട്ടുന്നില്ല, കൂട്ടിയിടിക്കുന്നില്ല. ഒരു ട്രാഫിക് പോലീസും അവിടെയില്ല, ഒരു നിയന്ത്രിക്കാൻ ആളുമില്ല. ഈ ഭീമൻ വാഹനങ്ങൾ എങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ അതിന്റെ സഞ്ചാരപഥത്തിലൂടെ കറങ്ങുന്നത് സർവശക്തനായ യുക്തിഭദ്രമായി കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിന്റെ നിയന്ത്രണമാണ്. വേറൊരു ഡ്രൈവറെ നമുക്കവിടെ കാണാനില്ല. ഈ വലിയ വാഹനങ്ങൾ ഇവിടെ കറങ്ങുന്നു. അതേ സമയത്ത് തന്നെ ട്രാക്ക് തെറ്റാതെ ഓരോന്നും അതിന്റെ സഞ്ചാരപഥത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അത് താഴോട്ട് വീഴുന്നില്ല, മേലോട്ട് പൊങ്ങുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ ഘടന തന്നെ തകിടം മറിഞ്ഞു പോകും. ഉദാഹരണത്തിന് ചന്ദ്രൻ. ആ ചന്ദ്രൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന രാശിയിൽ നിന്ന് മാറി നിലവിലുള്ളതിനേക്കാൾ താഴോട്ട് ചന്ദ്രൻ വരികയാണെങ്കിൽ എന്താണ് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ കാണുന്നില്ലേ ഭൂമിയിലെ വേലിയേറ്റവും വേലിയിറക്കവും. രാവിലെ ഒരു ഭാഗത്തേക്ക് ഒഴുകിയ പുഴ ചിലപ്പോൾ ഉച്ചനേരമായാൽ കാണാൻ നേരെ മേലോട്ട് ഒഴുകുന്നത്. എന്താ സംഭവിച്ചത്? ചന്ദ്രന്റെ കളിയാണിത്. ചന്ദ്രന്റെ സാന്നിധ്യം, ചന്ദ്രൻ ഭൂമിയെ തന്നിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണത്തിൽ ഭൂമിയിൽ ഇളകി നിൽക്കുന്ന വസ്തുക്കളായ വെള്ളവും വായുമൊക്കെ ചന്ദ്രനിലേക്ക് ആവാഹിക്കപ്പെടുകയാണ്. അപ്പോഴാണ് കടലിൽ നിന്ന് വെള്ളം കരയിലേക്ക് കയറുന്നു, അത് പുഴയിലൂടെ മേലോട്ട് ഒഴുകുകയാണ്. ഇതാണ് വേലിയേറ്റം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കുക, ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ ചന്ദ്രൻ
അല്പവും കൂടെ താഴേക്ക് വന്നുകൊണ്ടാണ് ഭൂമിയെ ആകർഷിക്കുന്നതെങ്കിൽ കടലിലുള്ള വെള്ളം മുഴുവനും ഭൂമിയുടെ കരയിലേക്ക് സുനാമി തിരമാലകളായി അടിച്ചു കയറി ഹിമാലയമടക്കം മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് വമ്പിച്ച അപകടമാണ്.